Revit MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് നമുക്ക് ഡ്രോയിങ് വരയ്ക്കുമ്പം യൂസ് ചെയ്യേണ്ട കുറച്ച് ടൂളുകളെ കുറിച്ചിട്ടാണ്. ആ ടൂളുകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഡ്രോയിങ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവിടെ മോഡിഫൈ ടാബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യും. ഇവിടെ മോഡിഫൈ ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ടൂളുകളുണ്ട്. മോഡിഫൈക്കകത്ത് കുറച്ച് ടൂളുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ടൂളുകളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് അലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചറിലേക്ക് വന്നു, ഇവിടെ വോൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വോൾ വരയ്ക്കുവാണ്. ഈ വോൾ വരയ്ക്കപ്പോഴേക്കും ഒരു 3D ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് 3D വ്യൂ നോക്കാം. 3D വ്യൂ നോക്കുന്നതിന് വേണ്ടിയിട്ട് വ്യൂവിലേക്ക് വരിക. ഇവിടെ 3D, ഓക്കെ, ഇതൊരു 3D ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ലെവൽ 1ലേക്ക് തന്നെ തിരിച്ചു വരുവാണ്. അതിനുശേഷം ഇവിടെ മോഡിഫൈ ടാബ്, അലൈൻ്റെ ഷോർട്ട് കീ ആണ് AL. ഇതിൻ്റെ എല്ലാം ഷോർട്ട് കീ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഏതിൻ്റെ ഷോർട്ട് കീ ആണോ വേണ്ട അതിലേക്ക് ജസ്റ്റ് മൗസ് കൊണ്ടുവച്ചാൽ മതി. അപ്പോഴേക്കും അതിൻ്റെ ഷോർട്ട് കീ കാണിച്ചു. ഇപ്പം നമ്മളിവിടെ അലൈനാണ് നോക്കുന്നത്. അലൈൻ്റെ ഷോർട്ട് കീ AL എന്നാണ്. അലൈൻ സെലക്ട് ചെയ്തു. അലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഒരു വോള് ഇതിന് സീരീസ് ആയിട്ട് കറക്റ്റായിട്ട് തന്നെ വന്ന് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഏതിന് ഓപ്പോസിറ്റ് ആണോ വോൾ വരേണ്ടത് ആദ്യം അത് സെലക്ട് ചെയ്യണം. എനിക്ക് ഈ ഒരു വോളിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു വോൾ വരേണ്ടത്. അപ്പോൾ ആദ്യം ഈ ഒരു വോൾ സെലക്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് മൂവ് ആവേണ്ട വോൾ ഏതാണോ ആ ഒരു വോൾ സെലക്ട് ചെയ്യണം. വോളാവാം, മറ്റെന്തെങ്കിലും കമ്പോണൻസ് ആവാം, എന്തും ആകാം. ഓക്കെ, ഇവിടെ വോൾ വരച്ചിരിക്കുന്നതുകൊണ്ടാണ് വോൾ എന്നുള്ള എക്സാമ്പിൾ പറയുന്നത്. അത് കഴിഞ്ഞ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു വോൾ ഇങ്ങോട്ട് മാറും. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കണക്ഷൻ വോളും മൂവായി വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതേസമയം ഈ ഒരു വോളിൻ്റെ ഈ ഒരു സൈഡ് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ മൂവായി വരേണ്ട വോളിൻ്റെ ഈ ഒരു സൈഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ലെവലായിട്ട് വരത്തില്ല. നമ്മൾ സെലക്ട് ചെയ്ത സൈഡുകൾ ഏതൊക്കെയാണോ ആ ഒരു സൈഡ് മാത്രമായിരിക്കും കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വേണം അലൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാളിൻ്റെ ഈ ഒരു സൈഡിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മൂവായി വരേണ്ട വോളിൻ്റെയും ആ ഒരു സൈഡിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അലൈൻ കൊണ്ടുള്ള ഉപയോഗം.